എനിക്ക് യാത്രയോടാണ് പ്രേമം. എൻ്റെ യാത്ര സന്തോഷം അറിഞ്ഞ് തന്നതാണ് അവർ. ഞാൻ നല്ലൊരു അമ്മയാണ്, ഒരിക്കലും ഗുസ്തിക്ക് നിൽക്കാറില്ല. സ്റ്റാർട്ട് ട്രാവലിംഗ് ടുഡേ. നാളെ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നിനോടും എനിക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടായിട്ടില്ല. എന്റെ സെക്യൂറാണ്. ജാപ്പാൻ പോണം, ചൈന വൻമതിൽ കാണണം. അയ്യോ ദൈവമേ, നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാന്റെ മതിലൊന്നും പോരാല്ലേ. സന്തോഷത്തിന് വേണ്ടി ലോകം ചുറ്റുന്ന ഒരമ്മയും മകനും. അത് പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. നമ്മുടെ കൂടെയുള്ളത് ശരത് കൃഷ്ണനും ഗീതാമ്മയാണ്. അവരുടെ യാത്രകളെ കുറിച്ചും പുതിയ യാത്രകളെ കുറിച്ചുള്ള പ്ലാനിങ്ങുകളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന യാത്രകളൊക്കെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ മുമ്പ് പോയിട്ടുള്ളതായിരിക്കും. ഞാനൊരു പക്ഷേ ഞാൻ പോയ ഈ അമ്മയെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ മുമ്പ് പോയിട്ടുള്ള. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നതെല്ലാം എൻ്റെ അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സന്തോഷം അറിഞ്ഞ് എനിക്ക് യാത്രയോടാണ് പ്രേമം. എൻ്റെ യാത്ര സന്തോഷം അറിഞ്ഞ് തന്നതാണ് അവർ. എല്ലാ കടപ്പാടും അവനോടാണ്. അഗെയിൻ സെയിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മണാലി പോയതും ഞാൻ രാജസ്ഥാൻ പോയതും ഞാൻ അല്ലെങ്കിൽ ഗുജറാത്ത് പോയതും ബോംബെ പോയതും ഒക്കെ ഞാൻ മുമ്പ് യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ അമ്മ അതിനെ കാണുന്ന ഒരു ബ്യൂട്ടി, ലഡാക്കിനെ കാണുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഹരിയും കൂടി നിന്ന് കാണുമ്പോൾ ഉള്ള കാർദുംഗ്ല പാസ് അല്ല, ഞാനും അമ്മയും കൂടി ആ അമ്മയുടെ ഹാപ്പിനെസ്, അമ്മ കാർദുംഗ്ലയിൽ നിന്നിട്ടുള്ള ഒരു ലൈഫ്, ഒരു എനർജി, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അമ്മ ആസ്വദിക്കുന്നത് കാണുമ്പോഴുള്ള എൻ്റെ ഒരു ആസ്വാദനം, അത് എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയാലും അല്ലെങ്കിൽ വേറെ ഗേൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആരുടെ ഒപ്പം പോയാലും ആ ഒരു ജോയ് എൻജോയ്, ഒരു എക്സ്റ്റസി ഉണ്ട്, ഒരു നമ്മൾ പറയില്ല, ഒരു വാവ് മൊമെന്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മ കാർദുംഗ്ലയിൽ നിന്നിട്ട് ഇങ്ങനെ ആ ഒരു കാർദുംഗ്ലെ ഫീൽ ചെയ്യുന്ന പോലെ, അതായത് ഒരു സിറ്റിയെ കെട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നിങ്ങൾ റീസെൻ്റ്ലി എവിടെയെങ്കിലും കണ്ടുപോയിട്ടുണ്ടാവും ഞങ്ങൾ ഈഫിൽ ടവറിൽ പോയിട്ടുള്ള ഒരു വീഡിയോസ്. ആ ഈഫിൽ ടവറിന്റെ ഭംഗി ചെറുതായി പോയി അമ്മയുടെ ആ ഒരു ഹാപ്പിനെസ്സിന് മുമ്പിൽ. എനിക്ക് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. നോർത്ത് പോകുന്നത് ആദ്യമായിട്ടാണ്. എന്നും ഞാൻ കുറേ സൂര്യനോട് ആഗ്രഹങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ ഒരംശം ശരത്ത് എനിക്ക് സൂര്യഭഗവാനായി കൊണ്ട് കാണിച്ചു തന്ന പോലെയുള്ള സന്തോഷമാണ്. വേറെ എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് യാത്രയിലൂടെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും അധികം യാത്രാ വിവരണങ്ങളാണ് കാണുന്നേക്കാൾ തൊട്ടറിഞ്ഞപ്പോൾ കിട്ടുന്ന സന്തോഷം. ജനങ്ങൾ പലവിധല്ലേ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. എൻ്റെ മകൻ്റെ കൂടെയല്ലേ, ഭയങ്കര സന്തോഷകരമായി ഞാൻ യാത്ര പോകണം. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ബാധിക്കില്ല. ഈ അടുത്തൊരു പുള്ളിക്കാരൻ അങ്ങനെ ഒരു 55+ ഉള്ളൊരു ഉമ്മ ട്രിപ്പ് പോയപ്പോൾ അതിനെ ഭയങ്കര മോശമായി, ഇത്രയും പ്രായമായ ആൾക്കാർ വീട്ടിലിരിക്കേണ്ടതാണ്, ഇത്രയും പ്രായമായ ആൾക്കാർ ഇങ്ങനെ യാത്രകൾക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് അവർക്ക് പോകേണ്ടത്, അവരുടെ സന്തോഷം, അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നതിലും ബാക്കിയുള്ള റിലീജിയനോ മതമോ അല്ലെങ്കിൽ പാർട്ടിയോ ആരും അതിൽ എത്തി നോക്കേണ്ട കാര്യമില്ല. ഒരു പേഴ്സണൽ, ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് അത്. ആ സന്തോഷം ആ ഇൻഡിവിജ്വലിന് കിട്ടുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു in any way it is not hurting another person. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തോട്ടെ. അതിൽ മറ്റൊരാൾ അതിൽ ചെന്ന അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ മര്യാദ. ഏതൊരു യാത്രയിലും നമ്മൾ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് വീണ്ടും ഈ യാത്ര ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രേരണ, അല്ലേ? നമ്മൾ ഓരോ സ്ഥലവും പോയി വരുമ്പോഴും ഉയ്യോ അത് ഇത്ര കാലം പോയില്ലോ, അത് ഇത്ര കാലം കണ്ടില്ലല്ലോ, അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിൻ്റെ ആ ഒരു ക്ലൈമറ്റ്, ഓൾട്ടിറ്റ്യൂഡ്, അവിടുത്തെ ആൾക്കാരുടെ ഭംഗി, അവിടുത്തെ ആർക്കിടെക്ചർ, അവിടുത്തെ എവ്രിതിങ് ഇന്നത് എന്നില്ല. ഏതൊരു സ്ഥലവും, അതിപ്പോൾ ഒരു സിറ്റി ആയാലും രാജ്യമായാലും കുഞ്ഞിതായാലും വലുതായാലും വോട്ടെവർ, അതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഡ്രൈവാണ് നമ്മളെ പിന്നെയും വീണ്ടും വീണ്ടും പോകണമെന്ന് വീണ്ടും ആഗ്രഹം. അതായത് ഞാൻ എപ്പോഴും പറയാറില്ല, തൃശ്ശൂർ പൂരം ഒരു തവണ കണ്ട ഒരാള് പിന്നെ അത് ജീവിതത്തിൽ എന്നും തൃശ്ശൂർ പൂരം ആകുമ്പോൾ വീണ്ടും കാണണം തോന്നും. സെയിം തിങ് ലഡാക്കിൽ നമ്മൾ ഒരു തവണ പോയിച്ചാൽ എഗെയിൻ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വിന്റർ കാലഘട്ടം ആകുമ്പോൾ ഒന്ന് മഞ്ഞ് കാണാൻ പോയാലോ, ബൈക്കിൽ റൗണ്ട് അടിച്ച് വന്നാലോ, ഒരു എന്താ പറയുക, അതാണ് നമ്മളെയൊക്കെ നാളേക്ക് ഇനിയും നന്നായി ജീവിക്കണം, ഇനിയും നന്നായി സമ്പാദിക്കണം, ഇനിയും നന്നായി യാത്ര ചെയ്യണം എന്നുള്ളൊരു ഡ്രൈവ് തരുന്നു.
വേറെ ഒന്നിനോടും എനിക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടായിട്ടില്ല. എൻ്റെ സിറ്റിയോടുള്ള ഒരു ലവ് ഞാൻ എല്ലായിടത്തും ചെന്നാലും പറയും. ഇപ്പൊ ഇന്നലെ ഇവിടെ ഫെസ്റ്റിവലിലെ ഈ ഒരു സ്പീക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ പോലും ഞാൻ തൃശ്ശൂരിനെ അത്രയധികം തവണ പറഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സിറ്റിയുടെ ബ്യൂട്ടി അങ്ങനെയാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. നിറച്ചും അമ്പലങ്ങളും നിറച്ചും പള്ളികളും എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു സെക്യുലർ സിറ്റിയാണ് നമ്മുടെ സിറ്റി. നിറച്ച് ഉത്സവങ്ങളാണ്. എപ്പോഴും നമുക്ക് എന്താ പറയുക, നമുക്ക് വെറുതെ ഇരിക്കാനോ നമുക്കൊന്ന് സങ്കടപ്പെടാൻ പോലും ഒരു അവസരം തരാത്തൊരു സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ആ തെക്കേ ഗോപുരനടയിൽ ആ ചെരുവിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സങ്കടത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എനിക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയിലാണ് നമ്മൾ ഇറങ്ങി വരിക. അത് ആ സിറ്റിയുടെ ഭംഗിയാണ്, അവിടുത്തെ നാട്ടുകാരുടെ ഭംഗിയാണ്, അവിടുത്തെ ആർക്കിടെക്ചറിൻ്റെ ആ റൗണ്ട് അടിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഇനി ഒരു എയ്ത്തിസ്റ്റ് ആയിക്കോട്ടെ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അത് ഞങ്ങൾ പറയും അത് വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ ഓൾവേസ് തൃശ്ശൂർ മാത്രം, വേറെ ഒന്നിനോടും പ്രേമം തോന്നിയിട്ടില്ല. യാത്രകളെ എപ്പോഴും അച്ഛനല്ലാതെ എനിക്ക് വേറെ ആരും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടില്ല. എഴുത്തും അച്ഛൻ്റെ തന്നെ ഇൻസ്പിറേഷൻ. പക്ഷെ ഒരിക്കലും അച്ഛൻ്റെ ഒരു ഗ്രാഫിലേക്കോ റേഞ്ചിലേക്കോ ഞാനിനി ഒരു 100 വയസ്സ് കഴിഞ്ഞാലും എത്തില്ല എന്നുള്ളൊരു ധാരണ കാരണം ഒരു 5 കൊല്ലം എടുത്തു ഞാൻ ഈ ബുക്ക് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ അത് ഞങ്ങളുടെ പബ്ലിഷർ പറഞ്ഞു കുഴപ്പമില്ല, നല്ലതാണ്, അത് കാരണം ഞങ്ങൾ പബ്ലിഷ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്താൽ. ഞാനിപ്പോഴും 100% സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ബുക്കിൽ. കാരണം അച്ഛൻ്റെ ഒരു സ്പിരിച്വാലിറ്റി, അച്ഛൻ്റെ ഒരു യാത്രയെക്കുറിച്ചുള്ള നോളേജ്, അതിനെ എഴുതുന്ന ലിറ്ററേച്ചറിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും എൻ്റെ ബുക്കിലില്ല. എൻ്റെ ലൈക്ക് എ ബാലരമ എന്ന് പറയും ഞാൻ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് വരെ വായിച്ചു പോകാൻ പറ്റിയ ഒരു സാധാരണ പുസ്തകം. അതിൽ ആകെയുള്ളൊരു വാവ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എലമെന്റ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്. അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇങ്ങനെ ഉടനീളം എല്ലാ പേജിലൂടെയും സഞ്ചരിച്ചു പോകുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര എന്താ പറയാ, നമുക്ക് ചിലപ്പോൾ ഒരു കോടികൾ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും കിട്ടാത്തൊരു ഹാപ്പിനെസ്സാണ്. പലരും പറയും മണി ഈസ് ഹാപ്പിനെസ് എന്ന് പറയും. പക്ഷെ കുറേ കാശുള്ളവർ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കുറേ കാശുള്ള ആൾക്കാർക്ക് ഒരു മനസ്സമാധാനവും ഒരു ഹാപ്പിനെസ്സും ഇത് എത്ര ഉണ്ടായാലും മതിയാവാത്തൊരു സ്റ്റേജിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരോടല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ചില പെൺകുട്ടികളും ഇങ്ങനെ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ എഴുതിയിടും ഇൻസ്റ്റാഗ്രാമിൽ, ഇങ്ങനെ ഇൻസ്പയർഡ് ബൈ ശരത് കൃഷ്ണൻ എം ട്രാവലിംഗ് വിത്ത് മോം ടു ഇന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ. അപ്പം ഞാനങ്ങനെ ആലോചിക്കും, ഇനി ഇതിൽ കൂടുതൽ നമ്മളൊന്നും നേടാനില്ല ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നത് എനിക്ക് ആഗ്രഹമുള്ള എൻ്റെ ചെക്ക് ലിസ്റ്റ്, എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ ഞാൻ പോയി. ഇനി ഇങ്ങനെ ഒരുപാട് മക്കൾ ഇങ്ങനെ എഴുതിയിടുമ്പോൾ ഐ എം സോ ഹാപ്പി. എനിക്ക് എന്താ പറയുക, നമ്മൾ പറയില്ലേ എനിക്ക് അടുത്ത കൊല്ലം അത് കിട്ടണം, എനിക്ക് മറ്റേ കൊല്ലം മറ്റേത് കിട്ടണം, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എന്താ പറയുക, നമ്മുടെ ഈ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു വിത്തിൻ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്തിൽ ഞാൻ സെക്കൻഡ് എഡിഷൻ അടിച്ചു. 100 പതിപ്പൊന്നും അടിക്കണ്ടല്ലോ, ഒരു സാധാരണ ബുക്കല്ലേ, ഇത്രയൊക്കെ പോയാൽ മതി, ഇത്രയൊക്കെ വായിച്ചാൽ മതി, അതിനുള്ള അതിൽ. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ എല്ലാ രീതികളിലും ഒരു ഹാപ്പിനെസ്സിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, പല രീതികളിൽ. ലൈക്ക് ഈ കുട്ടികളിങ്ങനെ എഴുതിയിടുമ്പോഴുള്ള ഹാപ്പിനെസ്, നമ്മുടെ ബുക്ക് ഇങ്ങനെ എത്ര വേർഷൻ പോയി, അത് എന്താ പറയുക, കാലടി ശങ്കരാചാര്യ കോളേജിൽ ഒരു ഓതേഴ്സ് കോപ്പി വെക്കുകയും ചോദിച്ച് എന്നെ വിളിക്കുന്നു. ദൈവമേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഫെസ്റ്റിവലിൽ വന്നിരിക്കുക. ഞാനൊന്നും ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ ഒരു സ്പീക്കറായിട്ട് വരുന്നുള്ളൂ. നെവർ ഇൻ മൈ ലൈഫ് ആക്ച്വലി. കാരണം നമ്മളൊരു കാലത്ത് ആരാധിച്ചിരുന്ന വലിയ വാവില് കണ്ടിരുന്ന സ്പീക്കേഴ്സ് ഉള്ള സെഷൻസിന്റെ ഒപ്പം ഞങ്ങൾ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ മതി, ഇത്രയൊക്കെ മതി ലൈഫിൽ. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ നേടാനുള്ളൂ, അതിന് കൂടുതൽ നേടുന്നൊക്കെ അത്യാഗ്രഹമാണ്. ഞങ്ങളുടെ സെഷന്റെ തൊട്ട് മുമ്പായിരുന്നു സാറ ടീച്ചറുടെ സെഷൻ. സാറ ടീച്ചർ ബോസ് ഞങ്ങള് നമ്മുടെയൊക്കെ ഒരു കോളേജ് ടൈമിൽ എന്താ പറയുക, ഒരു സ്റ്റാർഡം, ഒരു ലിറ്ററേച്ചറിലെ സ്റ്റാർഡം ഉള്ള ഒരു സ്ത്രീയാണ്. അവരുടെ സെഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ സെഷൻ. അപ്പൊ എൻ്റെ പേടി എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങൾ വരുമ്പോൾ കണ്ടിട്ട് സാറ ടീച്ചർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല. ഭാഗ്യത്തിന് ടീച്ചർ സെഷൻ കഴിഞ്ഞ പക്ഷെ ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫെസ്റ്റിവലിൽ വന്ന് ഞങ്ങൾ 2 സാധാരണക്കാര് തൃശ്ശൂർ വന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ ഡൺ, ഐ എം ഹാപ്പി. ബക്കറ്റ് ലിസ്റ്റ് എന്റെ കഴിഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യം തന്ന മകൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും. ഇനി അങ്കവാട്ട് കാണണം, ജാപ്പാൻ പോണം, ചൈന വൻമതിൽ കാണണം. അയ്യോ ദൈവമേ, നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാന്റെ മതിലൊന്നും പോരാല്ലേ.
കുറേ മോഹങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എത്ര കണ്ടു അതുകൊണ്ട് ഞാൻ തൃപ്തയാണ്. എനിക്കൊന്നും കാണാൻ പറ്റാത്തതിൽ നിന്ന് ഇത്ര അധികം കാണാൻ പറ്റി എന്നതോട് ഞാൻ ഭയങ്കര സന്തോഷം. അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാ സ്പേസും ഞാൻ 2018 ഞാൻ തീർത്തു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം, ഇന്ന സ്പേസിൽ പോകണം. ഇപ്പൊ നമ്മൾ പോകുന്നതും ചെയ്യുന്നതൊക്കെ ബോണസും അല്ലെങ്കിൽ ലോട്ടറി അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ പറ്റിയത് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടകാരണം, അമ്മയ്ക്ക് അങ്ങനെ പോകണം എന്നുള്ള കാരണം പോകണം. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കുറെ ചെക്ക് ലിസ്റ്റ്, ബക്കറ്റ് ലിസ്റ്റ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ലഡാക്ക്, കൈലാസ് മാനസരോവർ, അല്ലെങ്കിൽ ഇന്ന ജ്യോതിർലിംഗങ്ങൾ, അങ്ങനത്തെ കുറെ സ്പേസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി കഴിഞ്ഞു. എന്നാലും അമ്മയ്ക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മതി. അതുമ്മ കയറി പിടിച്ചു. ഞാൻ നല്ലൊരു അമ്മയാണ്, ഒരിക്കലും ഗുസ്തിക്ക് നിൽക്കാറില്ല. ഓ യാത്രയില് ഞങ്ങള് ഒരു അലമ്പുണ്ടാവില്ല. വീട്ടിൽ വന്നുണ്ടാവും. കാരണം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുക, അലമ്പുണ്ടാക്കാനുള്ള സമയല്ലേ നമുക്ക് കയ്യില്. നേരെ തൃശ്ശൂർക്കാ. കാരണം ഞങ്ങളുടെ അവിടെ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ കുറുക്കഞ്ചേരി പൂയം നടക്കുന്നുണ്ട്. അപ്പൊ ഉത്സവങ്ങളുടെ ഒരു കാലഘട്ടം ഇനി വരുന്ന ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തൃശ്ശൂർ പൂരത്തോടു കൂടി അവസാനിക്കുള്ളൂ. ഏപ്രിൽ 26 തൃശ്ശൂർ പൂരം. പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വരണം. അപ്പൊ ഇനി തൃശ്ശൂർ പൂരം വരെ ചെറിയ കുട്ടി യാത്രകൾ ഉണ്ടാവുള്ളൂ, വലിയതൊന്നും പോകാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ പണ്ട് മുത്തശ്ശനും അല്ലെങ്കിൽ അച്ഛനൊക്കെ പറയും, കൊടി കയറിയ ദേശം വിടരുത് എന്ന് പറയും. ലൈക്ക് നമ്മുടെ നാട്ടിലൊരു ഫെസ്റ്റിവലാ, നമ്മുടെ നാട്ടിലൊരു ഉത്സവാ. അത് കൊടി കയറിയ സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ. കൊടി കയറിയല്ലോ, അതിന് മുമ്പ് പോവാലോ. കൊടി കയറാൻ 7 ദിവസം മുമ്പ് കൊടി കയറുള്ളൂ. അവരോട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ട്രാവലിംഗ് ഫ്രം ടുമോറോ. കാരണം എന്നത് നാളേക്ക് അല്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ ഒരു സാമ്പത്തികം വരുന്ന നേരത്ത് അല്ലെങ്കിൽ വീട്ടുകാരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ വയ്യായിക മാറുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കും തോറും നമ്മൾ ഭയങ്കര ലേറ്റ് ആവും. അപ്പോൾ സ്റ്റാർട്ട് ട്രാവലിംഗ് ടുഡേ. നാളെ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ചിലപ്പോഴുണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പം ഇരിക്കുന്ന നിമിഷം വരെ നമ്മുടെ കയ്യിലുണ്ട്. നാളെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമുക്ക് ആർക്കും യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ട്രാവലിംഗ്. അത് നിങ്ങളുടെ ആരോ ആയിക്കോട്ടെ, വേണ്ടപ്പെട്ടവർ, അതിപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഗേൾ ഫ്രണ്ട്സ് ആവാം, അമ്മയാവാം, അച്ഛനാവാം, സിസ്റ്റർ ആവാം, ആരോ ആയിക്കോട്ടെ, അത് സ്റ്റാർട്ട് ഡൂയിങ് ഫ്രം ടുഡേ. എന്നെ സംബന്ധിച്ചോളം യാത്രയോടാണ് എനിക്ക് പ്രേമം. എനിക്കത് നടന്നിട്ടുണ്ട്. അതുമാതിരി യാത്ര ഇഷ്ടമുള്ളവരെ എല്ലാവരും വേഗം പോയി കാണണം. ഞാൻ വൈകിപ്പോയത് ഭയങ്കര വേദനയാണ്. പല സ്ഥലങ്ങളും ഇനി എനിക്ക് കാണാൻ നേരമില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും നേരത്തെ ഒരിക്കലും കണ്ടു കഴിയാത്തൊരു ലോകം. താങ്ക് യു.